बताए, राम से चल के राम पे आए। प्रेम कोई हमें और न जाने, राम से रूठे राम से माने। राम सिया की करुण कहानी, एक है चंदन एक है पानी। राम सिया राम जय जय राम। 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 तेरे नाम तुम ताना तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तुम ताना तेरे नाम, आदि का तुम ताना तेरे नाम, आदि का तुम ताना तेरे नाम, आदि का तेरे नाम। हरि अनंत हरि कथा अनंता, कहि सुनहि बहु विधि सब संता। राम रतन धन जो कोई पाए, जीवन भर रामायण गाए। मंगल भवन अमंगल हारी, द्रवहु सुदशरथ अजर बिहारी। राम सिया राम जय जय राम। 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 ओम जय गंगे माता, श्री जय गंगे माता। जो नर तुझको ध्याता, जो नर तुझको ध्याता, मन वांछित फल पाता। ओम जय गंगे माता। ज्योत तुम्हारी जल निर्मल आता, मैया जल निर्मल आता। शरण पड़े जो तेरी, शरण पड़े जो तेरी, सो नर तर जाता। सगर के पारे
परमगति पाता। आरती मात तुम्हारी जो जन नित गाता। दास वही सहज में, दास वही सहज में मुक्ति को पाता। ओम जय गंगे माता, श्री जय गंगे माता। जो नर तुझको ध्याता, जो नर तुझको ध्याता, मनवांछित फल पाता। ओम जय गंगे माता। ജയ് ശ്രീറാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാഞ്ചജന്യം ഭാരതം രാമായണ ഗ്ലോബൽ ഫെസ്റ്റിവൽ 2025 എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രാമായണത്തിൻ്റെ അതുല്യ സന്ദേശങ്ങളും ഭക്തിയും സംസ്കാരവും ഒന്നിച്ചു ചേർന്ന് നടക്കുന്ന ശ്രീരാമസാഗരം പരിപാടി ഇന്നിവിടെ കാഴ്ചവെക്കുന്നത് പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഏറ്റവും പുതിയ യൂണിറ്റായ മധ്യപ്രദേശ് ഭോപ്പാൽ ഘടകത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തോടെയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മോടൊപ്പം ചേരുന്നത് പാഞ്ചജന്യം ഭാരതം മധ്യപ്രദേശ് ഘടകത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി സുലേഖ രാജു, അതുപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീമതി ജയശ്രീ രഘു, ശ്രീമതി ഷീജ ബാബു, ശ്രീമതി സതി എന്നിവരാണ്. പ്രാർത്ഥനയ്ക്കായി ഞാൻ ഇവരെ ക്ഷണിച്ചുകൊള്ളുന്നു. രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 ദശരഥ നന്ദന രാം 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 ദശമുഖമർദ്ദന രാം 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 ദശരഥ നന്ദന രാം 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 ദശമുഖമർദ്ദന രാം 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 പശുപതി രഞ്ജന രാം 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 പാപ വിമോചന രാം 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 പശുപതി രഞ്ജന രാം 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 പാപ വിമോചന രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 അനാഥ രക്ഷക രാം 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 ആപദ്ബാന്ധവ രാം 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 അനാഥ രക്ഷക രാം 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 ആപദ്ബാന്ധവ രാം 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 മൈഥിലി നന്ദന രാം 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 മാരുതി വന്ദിത രാം 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 മൈഥിലി നന്ദന രാം 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 മാരുതി വന്ദിത രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ
വളരെ ഭക്തിനിർഭരമായ പ്രാർത്ഥന കാഴ്ചവെച്ച ഈ സഹോദരിമാർക്ക് പാഞ്ചജന്യം ഭാരതത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് പാഞ്ചജന്യം ഭാരതം മധ്യപ്രദേശ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സജീവ് കുമാർ അവർകളാണ്. ശ്രീ സജീവ് കുമാറിനെ ഞാൻ വളരെ ആദരവോടുകൂടി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട പാഞ്ചജന്യം ഭാരതം പ്രവർത്തകർക്കും നമസ്കാരം. ഞാൻ സജീവ് കുമാർ ഭോപ്പാൽ, പാഞ്ചജന്യം ഭാരതം മധ്യപ്രദേശ് ഘടകത്തിൻ്റെ പ്രസിഡന്റ്. പാഞ്ചജന്യം ഭാരതം മധ്യപ്രദേശ് ഘടകം രൂപീകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പാഞ്ചജന്യം ഭാരതത്തിൻ്റെ കീഴിൽ ആഗോളതലത്തിൽ ശ്രീരാമസാഗരം എന്ന പരിപാടി നടന്നു വരികയാണല്ലോ. ശ്രീരാമസാഗരം എന്ന പരിപാടിയിൽ മധ്യപ്രദേശ് ഘടകത്തിനും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പാഞ്ചജന്യം ഭാരതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മധ്യപ്രദേശ് ഘടകത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഇതിനാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പാഞ്ചജന്യ ഭാരതത്തിൻ്റെ കീഴിൽ നടത്തുന്ന ശ്രീരാമസാഗരം പരിപാടിയുടെ സമാപന സമ്മേളനം ചിങ്ങം 1 ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. ആ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ശ്രീ സജീവ് കുമാർ തൻ്റെ ചെറിയ അധ്യക്ഷ പ്രഭാഷണത്തിലൂടെ പാഞ്ചജന്യം ഭാരതം മധ്യപ്രദേശ് ഘടകത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ സഹകരണങ്ങളും നേർന്നുകൊണ്ട് പ്രസംഗിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഭക്തിനിർഭരമായ ഒരു പാരായണമാണ് അടുത്ത ഇനം. പാരായണം നടത്തുന്നത് മധ്യപ്രദേശ് ഘടകത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ ശ്രീ മോഹനൻ പിള്ള അവർകളാണ്. അദ്ദേഹത്തെ പാരായണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അവനോട് ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തിയാരോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാക്തീന്ദ്രോക്തി കേട്ട് ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയാ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവാൻ സിന്ധോദന്നുത്തര തീരോപരി ചൊന്നാനന്ദമെന്നീയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹി ഞാൻ ആവയം പൂണ്ട കരഞ്ഞ നാദം കേട്ട് ദൂതൻ അവധ്യൻ അയ്യപ്പിൻ അയ്യപ്പിൻ എന്ന് ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരത് കൊണ്ട് ഞാനും ഭയം നേർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോകുന്നത് മാനവീരന നിശ്ചയാ സാഗരവും. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകെന്നുകിൽ അല്ല ഇതിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നരുളി ചെയ്തു കൊള്ളേണം. രണ്ടും കണക്കരിക്കെന്നു പറയേണം. എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ടന്തനായി പോയി വന്നിരുന്നു കൊണ്ട് ഭവാൻ പോരുവ നിന്ന് ബലമെങ്കിലെന്നോട് പോരിനായി കൊണ്ട് പുറപ്പെടുക നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടേ വെളുത്തെന്നുള്ളിൽ വന്നിങ്ങ ബുക്കൊരു രോഷവും ആശ തീർത്തിടുവൻ.
നക്തഞ്ജരകുലേ ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക സുനീ എന്നരുളി ചെയ്തരും അരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണൻ. അടുത്തത് ഒരു ആശംസാ പ്രസംഗമാണ്. ശ്രീരാമസാഗരം എന്ന പരിപാടിക്കും അതുപോലെ തന്നെ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആശംസ നൽകുന്നത് പ്രസിദ്ധ സിനിമാ നടൻ ശ്രീ മനോജ് കെ ജയൻ അവർകളാണ്. നമുക്കറിയാം, ശ്രീ മനോജ് ജയൻ ഒരു നല്ല ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തെ ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വിഷാദകാലേ സഖാത്വമേവ ഭയാന്തകാരേ പ്രഭാത്വമേവ ഭവാബ്ദിനൗക ത്വമേവ ദേവ ഭവാബ്ദിനൗക ത്വമേവ ദേവ ഭജേ ഭവന്തം രമാഭിരാമാ ഭജേ ഭവന്തം രമാഭിരാമാ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ. എല്ലാവർക്കും വലിയ നമസ്കാരം. ഇത് രാമായണ മാസമാണ്, പുണ്യമാസമാണ്. ഈ രാമായണ മാസത്തിൽ പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിക്കുന്ന ശ്രീരാമസാഗരം എന്ന ഈ മഹത്തായ പരിപാടിയിൽ ഈ ഒരു എളിയ ആശംസയോടെയെങ്കിലും എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ആദരണീയനായ എൻ്റെ ഗുരുനാഥനായ ഹരിഹരൻ സാറും കൈതപ്രം തിരുമേനിയുമാണെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ ഭാരതത്തിൻ്റെ തനത് കലാരൂപങ്ങളായ, പ്രാചീന കലാരൂപങ്ങളായ പല കലകളും ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അവയൊക്കെ മൺമറഞ്ഞു പോയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പാഞ്ചജന്യം ഭാരതം അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിപാടികളും ഇതിൻ്റെ മഹത്തായ ഒരു കർമ്മവും നടക്കുന്നുണ്ടെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി. നന്ദി, നമസ്കാരം. മനോജ്ജിയുടെ ആശംസയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി മുഖ്യപ്രഭാഷണമാണ്. ഇന്ന് ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീ എം രാജശേഖരൻ അവർകളാണ്. അദ്ദേഹം ഏതാണ്ട് 33 വർഷക്കാലത്തിലധികം വിവിധ മാധ്യമങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നെയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ദ സൺഡേ ഇന്ത്യ മാഗസിൻ എന്നീ മാധ്യമങ്ങൾ അടക്കം 33 വർഷത്തിലേകം അധികം അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു. കാലടിയിൽ നിന്നുമാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. വളരെ വിനയത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ജയ് ശ്രീറാം. മാനവ വാനര രാക്ഷസ സംസ്കാരങ്ങൾ രാമായണത്തിൽ എന്ന ഒരു വിഷയത്തെ അധികരിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി
താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ എന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറയുന്നു. 4 വേദങ്ങൾക്ക് സമമാണ് രാമായണമെന്ന് സാരം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. രാമൻ മര്യാദാ പുരുഷോത്തമൻ ആണ്. രാമായണം ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സിംഹാസനം ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള ഉദാത്തമായ മാനവ സംസ്കാരത്തിൻ്റെ കഥ പറയുന്നു. അതോടൊപ്പം വാനര രാക്ഷസ സംസ്കാരങ്ങളുടെ രചന കൂടി ആദികവി വാൽമീകി നിർവഹിച്ചിരിക്കുന്നു. ധർമ്മത്തിൻ്റെ വിഗ്രഹമായ രാമൻ്റെ അയനമാണ് രാമായണം. രാമായണമെന്നാണ് രാമായണം ഉദ്ഘോഷിക്കുന്നത്. രാ എന്നാൽ ഇരുട്ട്. രാമൻ്റെ ഇരിപ്പിടമാണ് അയോധ്യ. അയോധ്യ എന്നാൽ ആക്രമിക്കപ്പെടാൻ ആവാത്തത് എന്നാണ് അർത്ഥം. അവിടെ യുദ്ധത്തിന് സ്ഥാനമില്ല. എവിടെ ധർമ്മം പരിപാലിക്കപ്പെടുന്നു, കർത്തവ്യം നിർവഹിക്കപ്പെടുന്നു, വാക്കിന് വില കൽപ്പിക്കപ്പെടുന്നു, അധിക്ഷേപ വാക്കുകളെ ഒഴിവാക്കുന്നു, സത്യനിഷ്ഠ അനുഷ്ഠിക്കപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നു, സമൂഹത്തെയും രാജ്യത്തെയും സ്നേഹിക്കുന്നു, അവിടെ സംഘർഷമില്ല, യുദ്ധമില്ല. അതുകൊണ്ടാണ് അവിടം അയോധ്യയാകുന്നത്. ചുരുക്കത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോൾ അവിടെ സമാധാനമുണ്ടാകുന്നു, ശാന്തി പുലരുന്നു. രാമൻ തന്നെയാണ് ഇതിൻ്റെ ഉദാത്തമായ മാതൃക. പിതാവിൻ്റെ വാക്ക് പാലിക്കുന്നതിന് രാജസിംഹാസനം ഉപേക്ഷിച്ച് 14 വർഷം വനവാസം ചെയ്തു. രാജാവ് ദശരഥൻ, അനുജൻ ലക്ഷ്മണൻ, മാതാ കൗസല്യ, എല്ലാത്തിനുമുപരി ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നിട്ടും രാജഭരണത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രാമൻ വിട്ടുനിന്നു. സത്യപരിപാലനത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. സത്യത്തെ മുറുകെ പിടിച്ചു. കഠിന കണ്ടകാകീർണമായ മാർഗം സ്വീകരിച്ചു. ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രമേ മാനവമൂല്യങ്ങൾ പരിപാലിക്കപ്പെടൂ എന്ന് രാമൻ കാണിച്ചു തന്നു. അമ്മ കൈകേയി തനിക്ക് വേണ്ടി പിടിച്ചു വാങ്ങിയ സിംഹാസനം ഉപേക്ഷിച്ച് അനുജൻ ഭരതനും ഉത്തമനായ മനുഷ്യൻ്റെ കടമ നിർവഹിച്ചു. ഭരതൻ ജ്യേഷ്ഠൻ്റെ പ്രതിനിധിയായി രാജ്യം ഭരിക്കാനാണ് താൽപ്പര്യപ്പെട്ടത്. അയോധ്യയ്ക്ക് പുറത്ത് പർണശാല പണിത് രാമൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചാണ് ഭരതൻ ഭരണം നിർവഹിച്ചത്. ഭർത്താവിനെ പിന്തുടർന്ന് സീതാദേവി പത്നിയുടെ ധർമ്മമനുഷ്ഠിച്ചു. രാമനിലുള്ള അചഞ്ചലമായ വിശ്വാസം പുലർത്തിയ സീത ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. വനവാസത്തിന് പുറപ്പെട്ട ജ്യേഷ്ഠനെ അനുഗമിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഭ്രാതൃധർമ്മവും അനുഷ്ഠിച്ചു. രാമനേക്കാൾ വലുതായി ലക്ഷ്മണന് ഒന്നുമില്ലായിരുന്നു. സാഹോദര്യ ബന്ധത്തിൻ്റെ എക്കാലത്തെയും മാതൃകയായി രാമ ലക്ഷ്മണന്മാർ നമ്മുടെ മനസ്സിലുണ്ട്. മാനവധർമ്മം ചേരുംപടി ചേർന്നതുകൊണ്ടാണ് അയോധ്യയിൽ സംഘർഷമുണ്ടാകാത്തത്. ഓരോരുത്തരും അവരവരുടെ നിയതമായ ധർമ്മത്തിൽ ചരിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത്. കിഷ്കിന്ധയിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു. വാനര സംസ്കാരത്തിൻ്റെ പതാകാവാഹകരാവുന്നത് ബാലിയും സുഗ്രീവനുമാണ്. ഇവിടെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ സംഘർഷത്തിലാണ്. ഒരേ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഉടലെടുത്ത ഒരു സംശയം ശത്രുതയിലേക്ക് വഴിമാറി.
അവർ തമ്മിൽ സാഹോദര്യത്തിൻ്റെ മാധുര്യത്തിന് പകരം വൈരത്തിൻ്റെ കുടിപ്പകയായി ബാലികേറാമലയുടെ സുരക്ഷിതത്വത്തിലാണ് സുഗ്രീവൻ ജീവൻ നിലനിർത്തി വന്നത്. സംഘർഷത്തിനിടയിൽ അനുജൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ബാലിക്ക് കുറ്റബോധമൊന്നും ഉണ്ടായില്ല. ബന്ധങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതിരുന്ന ജ്യേഷ്ഠാനുജന്മാരിലൊരാൾ മറ്റൊരാളെ കൊല്ലാൻ മൂന്നാമതൊരാളുടെ സഹായം തേടുകയും ചെയ്തു. അത് ബാലി എന്ന ജ്യേഷ്ഠ സഹോദരൻ്റെ മരണത്തിലാണ് കലാശിച്ചത്. ഹനുമാനെ പോലുള്ള രാമഭക്തർ പോലും സംഘർഷത്തിലെ കരുക്കളായി കിഷ്കിന്ധയ്ക്ക് അയോധ്യയാവാൻ കഴിയാതിരുന്നത് ബാലിക്ക് രാമൻ്റെ ധർമ്മബോധത്തിലേക്ക് ഉയരാൻ കഴിയാത്തതുകൊണ്ടാണ്. രാവണൻ, കുംഭകർണൻ എന്നിവർ പ്രതിനിധീകരിക്കുന്ന രാക്ഷസ സംസ്കാരത്തിൻ്റെ പിടിയിലാണ് ലങ്ക. അധികാരം, അഭിമാനം, സ്ത്രീപീഡനം, ധാർഷ്ട്യം, അഹംഭാവം, അക്രമം തുടങ്ങിയവയുടെ ആധിപത്യമാണ് അവിടെ. അവർ അഹം, ആഗ്രഹം, കോപം, അജ്ഞത തുടങ്ങിയ പ്രകൃതിയുടെ ഇരുണ്ട ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. വിഭീഷണൻ്റെ ഒറ്റപ്പെട്ട ധാർമ്മിക ബോധത്തിന് രാവണ കുംഭകർണന്മാർ അടക്കി വാഴുന്ന രാക്ഷസ സംസ്കാരത്തെ മറികടക്കാനാകുന്നില്ല. ധർമ്മവിരുദ്ധമാണ് രാക്ഷസമാർഗമെന്ന് അവർ കാണിച്ചു തരുന്നു. ത്യാഗമല്ല, ഭോഗമാണ് അവരുടെ വഴി. നേട്ടങ്ങൾ സ്വപ്രയത്നത്തിലൂടെയല്ല, കയ്യൂക്കുകൊണ്ട് നേടാമെന്നവർ ശഠിക്കുന്നു. അതുകൊണ്ടാണ് സീതാദേവിയെ കയ്യൂക്കുകൊണ്ട് അനുവാദമില്ലാതെ വഞ്ചനയും ചതിയും കൊണ്ട് കൈക്കലാക്കാമെന്ന് രാവണൻ വ്യാമോഹിച്ചത്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും സ്വയത്തമാക്കിയിട്ടും രാവണൻ കർമ്മം കൊണ്ട് രാക്ഷസനായി. രാമൻ്റെ കൈകൊണ്ട് മരിക്കാനായിരുന്നു വിധി. അവിടെ ധർമ്മപക്ഷത്തുള്ള വിഭീഷണൻ ജയിക്കുന്നത് ഈശ്വരീയമായ ഇടപെടലിലൂടെയാണ്. രാക്ഷസ സംസ്കാരത്തിൻ്റെ ആധിപത്യമുണ്ടാകുമ്പോൾ കാലം തലതിരിഞ്ഞ് ലങ്കയാവും. അഹം, കാമം, അത്യാഗ്രഹം തുടങ്ങിയ ആന്തരിക രാക്ഷസന്മാരെ നിഗ്രഹിക്കാതെ വ്യക്തിക്കും അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. രാമായണം കാട്ടിത്തരുന്ന അയോധ്യയും കിഷ്കിന്ധയും ലങ്കയും മാനവ വാനര രാക്ഷസ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. രാമനെ പിൻപറ്റി അയോധ്യയിലെത്താം, ബാലിയെ പിൻപറ്റി കിഷ്കിന്ധയിലും രാവണനെ പിൻപറ്റി ലങ്കയിലുമെത്താം. രാമൻ്റെ പാതയിൽ കുടുംബവും കുലവും സുഭദ്രമാണ്. ബാലിയുടെ വഴി ആത്മനാശത്തിലേക്ക് നയിക്കും. രാവണൻ്റെ വഴിയാകട്ടെ സ്വയം നാശം കൂടി ക്ഷണിച്ചു വരുത്തുന്നു. അതിൻ്റെ കൂടെ കുലത്തിൻ്റെ നാശവും കൂടെ തന്നെ വരുന്നു. ഏതു വഴി സ്വീകരിക്കുന്നു അവിടെ നാം എത്തുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ നാം തന്നെയാണ് നമ്മുടെ വിധികർത്താവ്. ധർമ്മത്തിൻ്റെ വഴിയിൽ കുറുക്കു വഴിയൊന്നുമില്ല എന്ന് ശ്രീരാമൻ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. യുദ്ധാനന്തരം രാമൻ ലക്ഷ്മണനോട് പറയുന്നത്, അഭി സ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചത്തെ ജനനി ജന്മഭൂമിച്ഛ സ്വർഗാദപി ഗരീയസി എന്നാണ്. അതായത് ലങ്ക സ്വർണമയിയാണെങ്കിലും ജനനിയും ജന്മഭൂമിയുമാണ് സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് ശ്രീരാമൻ പറയുന്നു എന്നാണ് ഭാരതീയരായ നമുക്കുള്ള എക്കാലത്തെയും വലിയ സന്ദേശമാണ് രാമൻ നൽകുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള മാനവികതയ്ക്കായി പരിശ്രമിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകളെ രാമൻ്റെ മാതൃക ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വഴിപിടയ്ക്കാത്ത ധർമ്മം നമ്മുടെ അനുഷ്ഠാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗവാക്കാകുക ശ്രമകരമാണ്.
അതിന് നിരന്തരം പരിശ്രമിക്കണം, സദാ ജാഗ്രതായിരിക്കണം. അത് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് രാമായണം നിത്യപാരായണം ചെയ്യുന്നത്. രാമായണ സംസ്കാരം സ്വാംശീകരിച്ചാൽ മനസ്സും വാസസ്ഥലവും സാകേതമാകും. രാജശേഖരൻ സാറിൻ്റെ പ്രഭാഷണം വിഷയം ഒരുപക്ഷെ നാം ചിന്തിച്ചിരുന്നിരിക്കില്ല. ഇതുപോലെ ഒരു വിഷയം വളരെ അടക്കമുള്ള കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് അഥവാ സന്ദേശങ്ങളാണ് നാം ഈ വേദിയിൽ ഈ 31 ദിവസവും നടത്തി വന്നിരുന്നത്. രാജശേഖരൻ സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഒരു ആശംസാ പ്രസംഗമാണ്. ആശംസാ പ്രസംഗം നടത്തുന്നത് മധ്യപ്രദേശ് ഘടകത്തിൻ്റെ ഉപദേശക സമിതി അംഗമായ ശ്രീ ബി രാജു അവർകളാണ്. പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ നാളുകളായി വീക്ഷിച്ച് മനസ്സിലാക്കിയതിനു ശേഷം സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധനായ ശ്രീ ബി രാജു മധ്യപ്രദേശ് ഭോപ്പാലിലെ വിവിധ സംഘടനകളുടെ സാരഥ്യം വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ശ്രീ ബി രാജു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബി രാജു. പാഞ്ചജന്യം മധ്യപ്രദേശ് ശാഖയിൽ ഒരു ഉപദേശക സമിതി അംഗമാണ് ഞാനിപ്പോൾ. ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിവെച്ച പാഞ്ചജന്യം എന്ന കൂട്ടായ്മയ്ക്ക് അതിൻ്റെ മുന്നിൽ നിന്നും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന, അതിനെ ഇപ്പോൾ നയിച്ചു കൊണ്ടുപോകുന്ന ബഹുമാന്യരായ എല്ലാ വ്യക്തികൾക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. പാഞ്ചജന്യത്തിൻ്റെ ഒരു ശാഖ മധ്യപ്രദേശിലും ഉണ്ടാവണമെന്ന ഒരാശയവും അതുമായി മുന്നോട്ട് വന്ന് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ബഹുമാനിയായ ശ്രീമതി ശ്യാമള സോമൻ അവർക്ക്, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ പാഞ്ചജന്യത്തിൻ്റെ ഒരു ശാഖ രൂപീകരണത്തിൽ അതിനോടൊപ്പം നിന്ന, അതിനുവേണ്ടി തയ്യാറായ ഒരു കമ്മിറ്റി രൂപീകരണത്തിൽ അംഗമാകാൻ തയ്യാറായിട്ടുള്ള ഭോപ്പാലിലെ ബഹുമാന്യരായ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാഞ്ചജന്യം എന്ന കൂട്ടായ്മയുടെ ലക്ഷ്യം എന്തുതന്നെയാണോ, അതായത് ഹിന്ദുക്കളെയെല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു കുടക്കീഴിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരം യുവജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിവെച്ച പാഞ്ചജന്യം എന്ന കൂട്ടായ്മയ്ക്ക് മധ്യപ്രദേശിലും ഒരു ശാഖ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ ശാഖ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കും എന്ന് ഞാൻ വാക്ക് തരികയാണ്. ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന ഭോപ്പാലിലെ എല്ലാ ബഹുമാന്യ വ്യക്തികളും അതിൽ 100% പങ്കുവഹിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പാഞ്ചജന്യത്തിലെ മധ്യപ്രദേശ് യൂണിറ്റിന് എൻ്റെ എല്ലാവിധ ആശംസയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ പാഞ്ചജന്യം എന്ന കൂട്ടായ്മ രൂപീകരിച്ച, അതിൻ്റെ തുടക്കം കുറിച്ച ബഹുമാന്യരായ എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് തോളോട് ചേർന്ന് പ്രവർത്തിക്കാം എന്ന സന്നദ്ധത ആശംസാ പ്രസംഗത്തിലൂടെ അറിയിച്ച ശ്രീ ബി രാജുവിന് നന്ദി. അടുത്തതായി ഒരു ഭക്തിഗാനമാണ്. ഭക്തിഗാനം ആലപിക്കുന്നത് മധ്യപ്രദേശ് ഘടകത്തിൻ്റെ സെക്രട്ടറിയായി നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധത കാട്ടിയിരിക്കുന്ന ശ്രീ KM രഘു അവർകളാണ്. രഘു ഒരു നല്ല കലാകാരനാണ്, ഒരു നല്ല ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനത്തിലൂടെ ആ കഴിവ് തെളിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ വിവിധ സംഘടനകളോട് ചേർന്ന് അദ്ദേഹം ഭോപ്പാലിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. മിസ്റ്റർ രഘു. രാമ രാമ
जानकी जाने राम जानकी जाने तदनिदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम। विषादकाले सखा त्वमेव भयान्तकाले प्रभा त्वमेव विषादकाले सखा त्वमेव भयान्तकाले प्रभा त्वमेव भवापि नौगा त्वमेव देवा भवापि नौगा त्वमेव देवा भजे भवन्दं मनोभिरामं भजे भवन्दं मनोभिरामं जानकी जाने राम 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 जानकी जाने राम। दया समेत सुधा निकेता चिन्मकरन्दा तदमुनिवृन्दा दया समेत सुधा निकेता चिन्मकरन्दा नदमुनिवृन्दा आगमसारा चित संसारा आगमसारा चित संसारा भजे भवन्दं मनोभिरामा भजे भवन्दं मनोभिरामा जानकी जाने राम जानकी जाने कदननिदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम। വളരെ ഭക്തിനിർഭരമായ ഗാനം ഇവിടെ കാഴ്ചവെച്ച ശ്രീ രഘുവിന് നന്ദി. അടുത്ത ആശംസ ഇവിടെ നമുക്ക് വേണ്ടി നേരുന്നത് സംഘടനയുടെ വർക്കിംഗ് ചെയർമാനായ ശ്രീ ആർ നായർ അവർകളാണ്. സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന അദ്ദേഹം പാഞ്ചജന്യം ഭാരതം മധ്യപ്രദേശ് ഘടകത്തിന് ആശംസ നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ആർ സർ. ലോകം മുഴുവനുമുള്ള ശ്രീരാമ ഭക്തന്മാർക്കെല്ലാവർക്കും പാഞ്ചജന്യം ഭാരതത്തിൻ്റെ സ്നേഹവന്ദനം. ഞാൻ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ നാഷണൽ വർക്കിംഗ് ചെയർമാൻ ആർ നായർ. ഇന്ന് കൃഷ്ണാബ്ദ 5127 ആണ്ട് ഭാദ്രപദ മാസം 8-ാം തീയതി
കർക്കിടകം 31 കാർത്തിക നക്ഷത്രം. കൊല്ലവർഷം 1200 ആണ്ടിൻ്റെ അവസാന ദിവസം. നാളെ 1201 ആണ്ടിൻ്റെ പിറവിയുമായി ചിങ്ങം മാസത്തിൻ്റെ വരവുമായി അതോടൊപ്പം പുതുവത്സര പൊൻപുലരിയിൽ പുതുമയുടെ പൂത്താലിയും കൈത്തിരിയുമേന്തി വന്ന ഐശ്വര്യദേവത നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാഞ്ചജന്യം ഭാരതം കഴിഞ്ഞ 31 ദിവസമായി ആഘോഷിച്ചു വരുന്ന ശ്രീരാമസാഗര ഗ്ലോബൽ മഹോത്സവത്തിന് ഇന്ന് കൊടിയിറക്കമാണെങ്കിലും നാളെ ഡൽഹിയിൽ വികാസ്പുരിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന പര്യവസാന സമ്മേളനവും കലാപരിപാടികളും വിപുലമായ രീതിയിൽ തന്നെ തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ചിങ്ങമൊന്ന് ആഘോഷിച്ചുകൊണ്ടുള്ള ഓണസദ്യയും. സാധ്യമാകുന്നവരെല്ലാം അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ആഘോഷ പരിപാടികളുടെ നേതൃത്വം വഹിക്കുന്നത് ഭാരതത്തിൻ്റെ മധ്യഭൂമിയായ മധ്യപ്രദേശിലെ ഭോപ്പാൽ നഗരത്തിൽ പുതുതായി ജന്മം കൊണ്ട പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ശാഖയാണ് എന്നുള്ള സന്തോഷം വാർത്ത ഞങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. അവിടെ വസിക്കുന്ന പ്രവാസി മലയാളികളുടെ ആധ്യാത്മികതയും സനാതനധർമ്മ ഭക്തിയും വിളിച്ചോതുന്നവയാണ് അവിടുത്തെ അയ്യപ്പക്ഷേത്രവും ഗുരുദേവസ്ഥാപനങ്ങളും. ഈ പുതിയ പാഞ്ചജന്യം ഭാരതശാഖയും അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആഘോഷങ്ങൾ എല്ലാവർക്കും ഒരു പുതു ഉന്മേഷം പകരട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രദാനം ചെയ്യുന്നുണ്ടതിനായി നാളെ ആരംഭിക്കുന്ന പൊന്നോണ ചിങ്ങമാസം നിങ്ങളെ വാരിപ്പുണരട്ടെ. ഈശ്വരീയ ചിന്ത നിങ്ങളിലേക്ക് നിർലോഭം കടന്നും വരട്ടെ. ഭാരതാംബയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമിച്ചുകൊണ്ടും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം, നിർത്തുന്നു. ആർ സാറിൻ്റെ ആശംസാവചനങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു നൃത്തമാണ്. ഈ നൃത്തം ഇവിടെ അവതരിപ്പിക്കുന്നത് കുമാരി തനിഷ്ക ഹത്വാലിനെയാണ്. 13 വയസ്സുകാരിയായ ഈ കൊച്ചു നർത്തകി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ വരെ അനുമോദനം ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടിയാണ്. കുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കുമാരി തനിഷ്ക ഹത്വാൽ. श्रीरामचन्द्र कृपाळु भज मन हरण भव भयदारुणं श्रीरामचन्द्र कृपाळु भज मन हरण भव भयदारुणो श्रीरामचन्द्र कृपाळु भज मन हरण भव भयदारुणो नवकञ्चलोचन कञ्चमुख करकञ्चारुणो नवकञ्चलोचन कञ्चमुख करकञ्चारुणो श्रीरामचन्द्र कृपाळु भज मन हरण भव भयदारुणो श्रीराम 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 कंदर्प अगणित अमित छवि नवमेल नीरद सुन्दरं कंदर्प
अगणित अमित छवि नवनील नीरद सुन्दरं पटपीत मानहु तटित रुचि शुचिनोमि जनक सुधावरं पटपीत मानहु तटित रुचि शुचिनोमि जनक सुधावरं श्रीरामचन्द्र कृपालो भजमन हरण भवभयदारुणं श्रीराम 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 भज दीनबन्धु दिनेश दानव दैत्यवंशनिखण्डनु भज दीनबन्धु दिनेश दानव दैत्यवंशनिखण्डनु रघुनाथ आनन्द कंद कोसल चन्द दशरथ नन्दनु रघुनाथ आनन्द कंद कोसल चन्द दशरथ नन्दनु श्रीरामचन्द्र कृपालु भजमन हरण भवभय दारुणं श्रीराम 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 शिरमुकुट कुण्डल तिलक चारु उदारु अंगविभूषणो शिरमुकुट कुण्डल तिलक चारु उदारु अंगविभूषणम् आजानुभुज शरचापहर संतापजितहर भूषणम् आजानुभुज शरचापहर संतापजितहर भूषणम् श्रीरामचन्द्र कृपालु भजमन हरण भवभयदारुणं श्रीराम श्रीराम इति वदति तुलसीदास शङ्कर शेषमुनिमनरञ्जन इति वदति तुलसीदास शङ्कर शेषमुनिमनरञ्जन मम हृदय कञ्च निवास कुरु कामादिकलदलगं मम हृदय तुझ निवास कुरु कामादिकलदलगंजनु श्रीरामचन्द्र कृपालु भजमन हरण भवभयदारुणं 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 सीताराम जय जय राम रघुराम दशरथ तनय श्रीराम दशरथ तनय श्रीराम दशरथ तनय श्रीराम
വളരെ മനോഹരമായി നൃത്തം കാഴ്ചവെച്ച ഈ കൊച്ചു മിടുക്കിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. അടുത്ത ഒരു ഭക്തിഗാനത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നതാണ്. ഭക്തിഗാനം കാഴ്ചവെക്കുന്നത് കലാമണ്ഡലം രാജശ്രീ രഘുവാണ്. നമ്മുടെ സെക്രട്ടറിയുടെ മകൾ കൂടിയാണ് രാജശ്രീ. രാജശ്രീയെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം दूरीकृत पादग संसर्गं दूरीकृत पादग संसर्गं भूरित नानाविध बालवर्गं पिबरे रामरसं रसने पिबरे रामरसं जनन मरण भय शोक विदूरं जनन मरण भय शोक विदूरं सकल शास्त्र निगमागमसारं पिबरे रामरसं रसने पिबरे रामरसं पिबरे रामरसं पिबरे रामरसं മനോഹരമായ ഗാനം വളരെ താളാത്മകമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച കലാമണ്ഡലം രാജശ്രീക്ക് നന്ദി. എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി നന്ദി പ്രകാശനമാണ്. ഇന്ന് ഈ വേദിയിൽ നന്ദി പ്രകാശനം നടത്തുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കല്ലേത്ത് അവർകളാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിനോദ് ജി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ രാമായണത്തെ അധികരിച്ചുകൊണ്ടുള്ള വിവിധ കലാപരിപാടികൾ, ആധ്യാത്മിക സമ്മേളനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിവിധ കലാപരിപാടികൾ, കലാകാരന്മാരും ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമ്മേളിക്കുന്ന ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടി കഴിഞ്ഞ കർക്കിടകം 1 ആരംഭിച്ച് ചിങ്ങം 1 സമാപിക്കുകയാണ്. സമാപന സമ്മേളനം കേരളത്തിലെ കോട്ടയത്ത് ദേശീയ തലത്തിൽ ഡൽഹി വികാസ്പുരിയിൽ ഉള്ള കേരള സ്കൂളിലുമായി നടത്തപ്പെടുകയാണ്. സി രാധാകൃഷ്ണൻ സാർ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി സംഖ്യം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇതിൽ പങ്കാളിയായി. സംഘടനയുടെ ദേശീയ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ, വിവിധ സംഘടനാ നേതാക്കന്മാർ, ആധ്യാത്മിക പ്രവർത്തകർ, കലാകാരന്മാർ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ കടന്നു വന്ന ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഇതിൻ്റെ സംഘാടകരായ സംഘടനയുടെ എല്ലാ പ്രവർത്തകരെയും സംഘടനയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ വരുന്ന ആഗസ്റ്റ് 17 ചിങ്ങം 1 ഇതിൻ്റെ സമാപന സമ്മേളനം വിപുലീകൃതമായ രീതിയിൽ ഡൽഹിയിൽ നടക്കുകയാണ്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി സമാപിച്ചിരിക്കുന്നു.
ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് 17-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംക്രമദീപ്തി എന്ന ശീർഷകത്തോടുകൂടി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പരിപാടിയിൽ പുണ്യ കർക്കിടകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പൊന്നും ചിങ്ങത്തിനെ വരവേൽക്കുക എന്നതാണ് സംക്രമദീപ്തി കൊണ്ട് നാം ഉദ്ദേശിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിലും രാമായണത്തിൻ്റെ സന്ദേശങ്ങളിലൂടെ വരും തലമുറയെ ഭാരതീയ സംസ്കാരത്തിനനുസൃതമായി വളരുവാനുള്ള പ്രേരണ നൽകുവാൻ നമുക്ക് സാധ്യമാകട്ടെ. അതിനുവേണ്ടി നാം എല്ലാവരും കൈകോർത്ത് നമുക്ക് പ്രവർത്തിക്കണം. എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. Thank you.